കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമ്മളിവിടെ മധ്യാഹ്നത്തിലുള്ള അടുത്ത പ്രഭാഷണം ആധ്യാത്മികമായിട്ടുള്ള ജീവിതത്തിലേക്ക് പിടിച്ച് കയറ്റിയിട്ടുള്ള ഗുരുനാഥനാണ്. ഞങ്ങൾ കുട്ടിക്കാലത്ത് കളിച്ചു നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിലെ ഊട്ടുവരയിൽ വിളിച്ചിരുത്തി ഗീത പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥൻ തന്നെയാണ് ഗോപകുമാർ താരംഗം. SPT യിൽ നിന്ന് റിട്ടയർ ആയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇങ്ങനെ ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളും പിന്നെ നമ്മളുടെ ഈ ആദ്യ കാലത്തിലുള്ള സപ്താഹങ്ങളിലൊക്കെ സജീവമായിട്ടുണ്ടാക്കി പിന്നെ പലതരത്തിലുള്ള തിരക്കുകൾ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ചാൾ അങ്ങനെ മാറി. ഇപ്പം അങ്ങനെ വീണ്ടും അദ്ദേഹത്തെ നമുക്ക് ഇന്ന് കാണാനും കേൾക്കാനും സാധിച്ചു. നമുക്ക് ഇന്നത്തെ വിഷയം ഭാവന ചരിത്രം തന്നെ, അതിൻ്റെ ഒരു താല്പര്യവും അഷ്ടമസ്കന്ധത്തിൻ്റെ ഒരു താല്പര്യവും അതിനെ കുറിച്ച് ഒരു അരമണിക്കൂർ നമുക്ക് ഗുരുനാഥിൽ നിന്ന് കേൾക്കാം. എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അവിടുത്തെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഈ ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ശ്രാദ്ധത്തോടനുബന്ധിച്ച് വാർഷികമായിട്ട് നമ്മൾ നടത്തുന്ന യജ്ഞം ഈ വർഷം നവാഹയജ്ഞമായി ആ യജ്ഞത്തിൻ്റെ 5-ാം ദിവസത്തെ മധ്യാഹ്നത്തിലുള്ള പ്രഭാഷണത്തിനായിട്ട് ഗോപകുമാർ കുമാരനല്ലൂര് ഗുരുനാഥിനെ സാദരം സവിനയം ക്ഷണിച്ചോളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഹരി ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം തമസ്തമോഹാരം ജ്ഞാനമജ്ഞാനഹാരം ത്രയീവേദസാരം പരബ്രഹ്മപാരം വിജ്ഞാനകാരം വിദൂരേ വികാരം സദാ ബ്രഹ്മരൂപം ഗണേശം നമാമി. വെള്ളപ്പങ്കേരുഹം അരിയവളും നിർമ്മിച്ചിതായിട്ടുള്ള ഇടം പൊൻകിളി വേണിയും 4 തൃക്കൈകളോടും മുല്ലപ്പൂ തിങ്കൾ ശംഖം സ്ഫടികവും അടികൂപ്പുന്ന വർണ്ണത്തോടും നിസ്തുല്യം മിന്നുന്ന വാണി ഭഗവതി തെളിവോ എങ്ങുകേ വാഴ്ക നിത്യം. ഓം വ്യാസം വസിഷ്ഠനപ്താരം ശക്രേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം. ശ്രീഗുരുഭ്യോ നമഃ. യസ്സാനുഭാവമഖിലം ശ്രുതിസാരമേകം ആധ്യാത്മദീപ്തമിതി തീർഷതാം തമാന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനമുപയാമി ഗുരും മുനീനാം. ശ്രീഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആദരണീയനായ ആചാര്യപര്യനായ ഇളയടത്ത് തിരുമേനിയുടെ ഉത്സാഹത്താൽ എല്ലാ വർഷവും പരമഭാഗവതോത്തമനായ ഭാഗവതഹംസം മള്ളിയൂർ തിരുമേനിയുടെ ശ്രാദ്ധ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന സൂം മുഖാന്തരം നടത്തുന്ന ഈ അതീവ പുണ്യമായ നവാഹയജ്ഞത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് എൻ്റെ പരമഭാഗ്യമാണ്. കരുണാമയനും പരബ്രഹ്മസ്വരൂപനുമായ ശ്രീഹരിയുടെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് അടിയൻ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഹരി ഓം തത്സത്. നവാഹം ഇന്ന് 5-ാം ദിവസമാണ്. നമ്മുടെ ഭാഗവത വണ്ടി 8 തീർത്ഥങ്ങളിൽ കൂടി കടന്ന് 9-ാം തീർത്ഥസ്ഥാനമായ നവസ്മസ്കന്ധത്തിൽ എത്തി നിൽക്കുകയാണ്. അതെ, ഭഗവാന്റെ അത്ഭുത ലീലകൾ കഴിഞ്ഞ് 8 സ്കന്ധങ്ങളായി വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ 8-ാം സ്കന്ധത്തിൽ ഒരു ഭക്തന്, ഒരു സാധകന്, അല്ല ഒരു ജീവന് ഈ സംസാരക്കടൽ കടന്ന് ഭഗവാങ്കലെത്തുവാൻ എങ്ങനെ ജീവിതം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു തരുന്ന തത്വങ്ങൾ വ്യാസഭഗവാൻ പല കഥകളിൽ കൂടെ ഈ 8-ാം സ്കന്ധത്തിൽ പറഞ്ഞു തരികയാണ്. ഇവിടെ ഒരു കാര്യം ഒന്ന് നമുക്ക് ഓർക്കണം. നമ്മൾ ഭാഗവതം അനുസന്ധാനം ചെയ്യുമ്പോൾ, പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ ഓർക്കേണ്ടത് ഭാഗവതം ഉൾപ്പെടെ നമ്മുടെ പുരാണങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളല്ല, മറിച്ച് തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്. അപ്പൊ അതിനെ
ചരിത്രദൃഷ്ടിയോടെ അല്ല കാണേണ്ടത്, തത്വദൃഷ്ടിയോടെയാണ് കാണേണ്ടത്. നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങളായ വേദങ്ങൾ, ഉപനിഷത്തുകൾ നമുക്ക് ഈശ്വരതത്വത്തെ മനസ്സിലാക്കുവാനും അതിലെത്തിച്ചേരുവാനും ഉള്ള മാർഗങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങുന്നതാണ്. അപ്പോൾ പുരാണങ്ങൾ ഈ തത്വങ്ങളെയും ഭക്തന് കഥകളായി പറഞ്ഞു വരുന്നതാണ് ഭാഗവതം ഉൾപ്പെടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും. ഈ കഥകളിൽ കൂടി ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ സനാതന പൈതൃകത്തെ നമുക്ക് മനസ്സിലാക്കിയും തരുന്നു. ഭാഗവതം പഠിക്കുന്ന നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ കഥകളിൽ കൂടി ഈ സനാതന തത്വങ്ങൾ മനസ്സിലാക്കുക, ഗുരു ആചാര്യപദങ്ങളിൽ നിന്നും അതിന്റെ തത്വങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ഇനിയുള്ള ജീവിതയാത്രയിൽ പരമാവധി ഉപയോഗപ്പെടുത്തി ഭഗവാനിലെത്താൻ ശ്രമിക്കുക എന്നത് മാത്രമാണ്. ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് 8-ാം സ്കന്ധം ഒന്ന് പരിചയപ്പെടാം. 8-ാം സ്കന്ധം തുടങ്ങുന്നത് മന്വന്തര വർണ്ണനയോടെയാണ്. ഓരോ മന്വന്തരത്തിലും എന്ന് വെച്ചാൽ ഓരോ മനുവിന്റെ ഭരണകാലത്തും ഭഗവാൻ നടന്ന ഭഗവാന്റെ ലീലകളും അവതാര കഥകളുമാണ് വിവരിച്ചിരിക്കുന്നത്. വിവിധ മന്വന്തരങ്ങളിൽ വിവിധ മനുക്കളാണ് ഭരിച്ചിരുന്നത്. അതനുസരിച്ച് ഓരോ മന്വന്തരങ്ങളിലും ദേവേന്ദ്രൻ, മറ്റു ദേവന്മാർ, സപ്തർഷികൾ, സനകാദികൾ എന്നിവരും മാറി വരും. 8-ാം സ്കന്ധത്തിൽ 4 പ്രധാന കഥകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, 4-ാം മനുവായ തമസന്റെ ഭരണകാലത്ത് ഭഗവാൻ ഹരിമേധസ്സിന്റെയും ഹരുണിയുടെയും പുത്രനായി ഹരി എന്ന പേരിൽ അവതരിച്ചു. അഗസ്ത്യ മഹർഷിയുടെ ശാപത്താൽ ഗജരാജജന്മമെടുക്കേണ്ടി വന്ന ഭക്തനായ പാണ്ഡ്യരാജാവിനും ഊഹു എന്ന ഗന്ധർവനും ഭഗവാൻ ശ്രീഹരി മോക്ഷം കൊടുക്കുന്ന കഥയാണ് ഗജേന്ദ്രമോക്ഷം. 6-ാം ചാക്ഷുഷനായിരുന്നു മനു. ചാക്ഷുഷ മന്വന്തരത്തിൽ വൈധൃതിയുടെയും സംഭൂതി എന്ന മഹർഷിയുടെയും മകനായി അജിതൻ എന്ന പേരിലാണ് ഭഗവാൻ ജനിച്ചത്. അജിത ഭഗവാനാണ് പാലാഴിമഥന സമയത്ത് താഴ്ന്നു പോകുന്ന മന്ധരപർവ്വതത്തെ ഉയർത്തിയത്. പാലാഴിമഥനത്തിന്റെ പല വിഷമഘട്ടത്തിലും ദേവന്മാരെയും അസുരന്മാരെയും രക്ഷിച്ചതും അജിത ഭഗവാനാണ്. 7-ാം മനുവായ വൈവസ്വത മനുവിന്റെ ഭരണകാലത്താണ് ഭഗവാൻ ദേവമാതാവായ അതിഥിയുടെയും കശ്യപ മഹർഷിയുടെയും പുത്രനായി വാമനരൂപിയായി അവതരിച്ചത്. നഷ്ടപ്പെട്ട ദേവലോകം ബലിമഹാരാജാവിൽ നിന്നും എടുത്ത് ദേവേന്ദ്രനെ തിരിച്ചേൽപ്പിക്കുകയായിരുന്നു ദൗത്യം. ബലിമഹാരാജാവിനെ ദേവന്മാർക്ക് പോലും അപ്രാപ്യമായ സുതലലോകത്തിന്റെ ചക്രവർത്തിയാക്കുകയും ചെയ്തു. പിന്നീട് അവസാന അധ്യായമായ 24-ൽ പ്രളയകാലത്ത് സപ്തർഷികളോടൊപ്പം മഹാപ്രളയത്തിന് മുഴുവനും സാക്ഷിയാവുകയും ചെയ്ത മത്സ്യാവതാരമൂർത്തിയുടെ അനുഗ്രഹത്തിന് പാത്രവുമായ സത്യപ്രത രാജാവിന്റെ കഥയോടുകൂടി ഈ അധ്യായവും 8-ാം സ്കന്ധവും അവസാനിക്കും. 8-ാം സ്കന്ധത്തിലെ പ്രധാനപ്പെട്ട മേൽ പറഞ്ഞ കഥകളുടെ താത്വിക വശം കൂടി നമുക്കൊന്ന് മനസ്സിലാക്കണം. ഗജേന്ദ്രമോക്ഷം, പാലാഴിമഥനം, വാമനാവതാരം എന്നിവയാണ് അടിയൻ ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിശകലനം സർവപൂജനീയ സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി മഹാരാജിന്റെ സമ്പൂർണ്ണ ഭാഗവത രഹസ്യം എന്ന കൃതിയെ ആശ്രയിച്ചാണ്. നമ്മുടെ സദസ്സിലുള്ള നമ്മുടെ ഭാഗവത കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഈ പുസ്തകം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണം. ഇത്രയും വളരെ വിശദമായി തത്വങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം ഞാൻ വേറെ കണ്ടിട്ടില്ല. ഗജേന്ദ്രമോക്ഷം കഥ സുപരിചിതമാണല്ലോ. മതാന്തനായ ഗജത്തെ പോലെ നമ്മളെല്ലാവരും പ്രാരബ്ധമാകുന്ന സംസാരത്തിൽ അജ്ഞാനമാകുന്ന മുതലയുടെ പിടിപിടിവിക്കാനാകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയുമായി കാലം കഴിക്കുന്നു. മുഴുത്ത തമസ് കൊണ്ട് മൂടപ്പെട്ടതിനാൽ നമുക്ക് നമ്മുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, സമ്പാദിച്ച ധനവും ഐശ്വര്യങ്ങളും എൻ്റെ പ്രബലരായ സ്നേഹസമ്പന്നരായ മക്കളും മരുമക്കളും ഈ അവസാന നിമിഷത്തിൽ എന്നെ രക്ഷിക്കാൻ പറ്റുന്നില്ലോ എന്ന് നമ്മൾ എല്ലാവരും ചിലപ്പോൾ പരിതപിച്ചു പോകാറുണ്ട്. ഭഗവതാചാര്യൻ നമ്മൾ ഓർമ്മിക്കുന്ന എന്താണ്? ഇതുപോലെ ആപത്ഘട്ടത്തിൽ ബന്ധുമിത്രാദികളും മക്കളും മരുമക്കളും ആർക്കും നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ല. മുതല പിടിച്ച ആനയെ പോലെ ഓരോരുത്തരായി നമ്മുടെ ബന്ധുക്കൾ പിന്മാറും. അവർക്കൊക്കെ ഒരു പരിധിവരെ മാത്രമേ നമ്മെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. പലതവണ നമുക്ക് ഈ അനുഭവം ഉണ്ടെങ്കിലും നമ്മൾ പഠിക്കുന്നില്ല. പിന്നെയും പിന്നെയും ഈ മായാവലയത്തിൽ ചിലന്തി വലയിലെന്ന പോലെ പെട്ടുപോകും. എന്നാൽ ലക്ഷത്തിലൊരുവൻ ഗജേന്ദ്രമോക്ഷത്തിലെ ആനയെപ്പോലെ മുജ്ജന്മത്തിൽ ബ്രഹ്മചര്യം തുടങ്ങിയ യമങ്ങളാലും ശരീരശുദ്ധി തുടങ്ങിയ നിയമങ്ങളാലും പ്രാണവായുവിനെ നിയന്ത്രിച്ചും
അനേകം സപ്താഹം, നവാഹം, സത്രം മുതലായവയിൽ ആത്മാർത്ഥമായി പങ്കെടുത്തും മനഃശുദ്ധി ആർജിച്ചവൻ തന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുമ്പോൾ ഈശ്വരബോധമുണ്ടാകും. അപ്പോൾ ഈ ജീവന്റെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന അജ്ഞാനം ഇല്ലാതാവും. ആ പരമമായ സത്യബോധം ഉണ്ടാകുന്നു. അപ്പോൾ ആ നിമിഷം ആനയും മുതലയും ഇല്ലാതാകുന്നു. ചുരുക്കത്തിൽ ഈ കഥയുടെ താത്വിക രഹസ്യം ഇതാണ്. ഈ മുക്താവസ്ഥ ലഭിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇതാണ് ഗജേന്ദ്രമോക്ഷം കഥയോട് നമുക്ക് തരുന്ന സന്ദേശം. അടുത്തത് നമുക്ക് പാലാഴി മഥനത്തിലേക്ക് കിടക്കാം. പല ദിവ്യതകളും സിദ്ധികളും നമ്മുടെ ചിത്തമാകുന്ന പാൽക്കടലിൽ ആണ്ടുകിടപ്പുണ്ട്. മുമ്പൊരു പ്രഭാഷണത്തിൽ പറഞ്ഞ പോലെ അവിടെ പല സിദ്ധികളും നമ്മുടെ ഉള്ളിലുണ്ട്. അത് ഈ ചിത്തമാകുന്ന പാൽക്കടലിലാണ് കിടക്കുന്നത്. സത്യം, അഹിംസ, ബ്രഹ്മചര്യം മുതലായ സാത്വിക ഗുണങ്ങൾ ദേവന്മാരാണ്. രാഗദ്വേഷ, മതമത്സരാദി, രജസ, തമസ് മുതലായ ഗുണങ്ങൾ അസുരന്മാർ. എന്താണ് നമ്മുടെ ഹൃദയം? അതാണ് സ്വർഗലോകം. നമ്മുടെ ഹൃദയത്തിൽ നിശ്ചയമായും സാത്വികഗുണങ്ങളാകുന്ന ദേവന്മാരാണ് വാഴേണ്ടത്. എന്നാൽ പക്ഷെ അസുരഗുണങ്ങളാകുന്ന രാഗദ്വേഷ മത്സരാദി അസുരന്മാർ എന്ത് ചെയ്യുന്നു? നിരന്തരം ദേവന്മാരുമായിട്ട് യുദ്ധത്തിലാണ്. എന്തിനാണ്? നമ്മുടെ ഈ സ്വർഗത്തിന്റെ, നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടാൻ വേണ്ടിയിട്ടാണ്. ഒരു വേള നമ്മുടെ നിഷ്ഠകൾ തെറ്റുമ്പോൾ ദേവന്മാർ ദുർബലരാകും. അപ്പോൾ അസുരന്മാർ നമ്മുടെ ഹൃദയം, നമ്മുടെ സ്വർഗം കീഴടക്കി അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നു. അപ്പോൾ ജീവന്റെ അവസ്ഥ ദയനീയമായി പ്രാകൃതമാണ്. നമ്മുടെ ഉള്ളിൽ ആസുരീ ശക്തികളുടെ ആധിപത്യമാകയാൽ നമുക്ക് വേവലാതിയും അസ്വസ്ഥതയും അനാവശ്യമായ ഭയവും പരിധിക്കപ്പുറത്തെ ശരീരബോധവും ഉണ്ടാകുന്നു. ഇതിൻ്റെയൊക്കെ ഫലമോ നമുക്ക് പല അസുഖങ്ങൾ, ജരാനരകൾ, മൃത്യുഭയം ഉളവാകുന്നു. ദുർവാസാവിന്റെ ശാപം ഓർത്തോണേ. ഈ അവസരത്തിൽ ഈ അവസ്ഥ മാറണമെങ്കിൽ നമ്മുടെ ചിന്തയാകുന്ന പാലാഴി കടയുകയും അതിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധ ജ്ഞാനമാകുന്ന അമൃത സേവിക്കുമ്പോൾ ജരാനരകൾ, മൃത്യുഭയം മുതലായവ അകലുകയും ചെയ്ത് നമുക്ക് ആനന്ദവും ശാന്തിയും അനുഭവപ്പെടും. ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ വിഷയവികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൂടാ. അങ്ങനെ സംഭവിച്ചാൽ ജ്ഞാനമാകുന്ന അമൃത നഷ്ടപ്പെടും. ഓർക്കുന്നില്ലേ എങ്ങനെയാണ് അസുരന്മാർക്ക് അമൃത ലഭിച്ചു? പക്ഷേ വിഷ്ണു ഭഗവാന്റെ മോഹിനി രൂപത്തിൽ അടിമപ്പെട്ടുപോയി അമൃത നഷ്ടപ്പെടുകയും ചെയ്തു. ഏതൊരു ചിത്തത്തിലാണോ ജ്ഞാനമാകുന്ന അമൃത ലഭിച്ചത്, അതേ ചിത്തം തന്നെ വൈകാരികമായ വിഷയങ്ങൾക്ക് പിന്നാലെ പായുമ്പോൾ ഈ ജ്ഞാനമാകുന്ന അമൃത നഷ്ടപ്പെടുകയും ചെയ്യും. പാലാഴി മഥനം കഥയിലെ പ്രധാന സന്ദേശവും ഇത് തന്നെയാണ്. നമ്മൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട പ്രധാന സന്ദേശവും ഇതാണ്. നമ്മുടെ ഉള്ളിൽ ജ്ഞാനമാകുന്ന അമൃത് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ വൈകാരികമായ വിഷയങ്ങളിലേക്ക് പുറകെ പാഞ്ഞു പോയാൽ ഈ അമൃത് നഷ്ടപ്പെട്ടു പോകും. ഇനി നമുക്ക് ഈ സ്കന്ധത്തിലെ ഏറ്റവും ആകർഷമായ അധ്യായങ്ങളാണ് വാമനചരിതം വർണ്ണിക്കുന്ന 18 മുതൽ 23 വരെയുള്ള അധ്യായങ്ങൾ. വാമനാവതാര ചരിതം എല്ലാവർക്കും സുപരിചിതമാണ്. ആയതിനാൽ വീണ്ടും ആവർത്തിച്ച സദസ്സിനെ മുഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് വാമനചരിതം കൊണ്ട് ഭാഗവതാചാര്യൻ വ്യാസഭഗവാൻ എന്ത് സന്ദേശമാണ് നമുക്ക് തരുന്നത് എന്ന് നോക്കാം. പുരാണങ്ങൾ ആവർത്തിച്ച് പറയപ്പെടുന്നതാണ് 3 ലോകങ്ങൾ, ത്രൈലോക്യം. വാസ്തവത്തിൽ ഈ ജീവൻ ഈ 3 ലോകങ്ങളിലാണ് വ്യാപരിക്കുന്നത്. ജാഗ്രത അവസ്ഥയിൽ സ്ഥൂല ശരീരത്തിൽ വിശ്വനായും, സ്വപ്നാവസ്ഥയിൽ സൂക്ഷ്മ ശരീരത്തിൽ തൈജസനായും, സുഷുപ്തി അവസ്ഥയിൽ കാരണ ശരീരത്തിൽ പ്രജ്ഞനായും വ്യാപരിക്കുന്നത് ഇതേ ജീവനാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളിൽ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തിൽ ദൈവിക ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നിറയുമ്പോൾ നമുക്ക് സ്വർഗം പോലെ ജീവൻ സുഖങ്ങൾ അനുഭവിക്കുന്നു. നിഷ്ഠകൾക്ക് ച്യുതി സംഭവിക്കുമ്പോൾ ആസുരീ ശക്തികൾ ആധിപത്യം പ്രാപിക്കും. ഈ 3 ലോകത്തും ജീവൻ അശാന്തിയും അരക്ഷിതനാണ് അപ്പോൾ ഫലം. ഈ ആശയം നമ്മൾ നന്നായി മനസ്സിലാക്കണം. ഈ കഥയിൽ ഈ 3 ലോകങ്ങളുടെയും ആധിപത്യം സ്ഥാപിച്ച് ഭരണം നടത്തിയത് മഹാബലി എന്നുകൂടി അറിയപ്പെടുന്ന അസുര ചക്രവർത്തിയായ ഇന്ദ്രസേന മഹാരാജാവാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് ശത്രുതാ മനോഭാവം തീർത്തും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് പ്രജകൾ സ്വന്തം മക്കളെ പോലെ ആയിരുന്നു. എന്നാൽ ഹിരണ്യകശിപു മുതലായ ചക്രവർത്തിമാരെ പോലെ ഭരണം പോലെ ആയിരുന്നില്ല. അസത്യവചനം, കൊള്ള, കളവ് മുതലായവയ്ക്ക് അതികഠിനമായ ശിക്ഷയായിരുന്നു അദ്ദേഹം കൊടുത്തിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഈ വക ദൂഷ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പ്രജകൾ അദ്ദേഹത്തെ ത്രൈലോക്യാധിപതി എന്നാണ് സംബോധന ചെയ്തിരുന്നത്. ആ വാക്ക് കേൾക്കുമ്പോൾ മഹാബലി ചക്രവർത്തിക്ക് ഒരു അഹങ്കാരം തോന്നിയിരുന്നു. ഈ 3 ലോകത്തിന്റെയും ഉടമസ്ഥനാണല്ലോ ഞാൻ,
ഇന്ന് എത്രയേറെ യാഗം കഴിച്ചിട്ടുള്ള രാജാവ് വേറെ ഉണ്ടോ? മഹാബലി എന്ന വാക്ക് എനിക്ക് എത്രയും ചേരുന്നത് തന്നെ. അപ്പോൾ മഹാരാജാവ് വിമാനത്താൽ ഒന്ന് ഞെളിഞ്ഞിരിക്കും. അങ്ങനെ ആ മഹാബലിയുടെ സദ്ഭരണം 3 ലോകത്തും കീർത്തിക്കപ്പെട്ടു. നമ്മുടെ ദേവന്മാരുടെ സ്ഥിതി അതിദയനീയമായിരുന്നു. പലരും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ടിൽ പോയി വേഷപ്രച്ഛന്നരായി ഒളിച്ച് നാം താമസമായിരുന്നു എന്ന് വിശേഷിപ്പിച്ചാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. അങ്ങനെയുള്ള മഹാബലിയായ രാജാവിന്റെ അടുക്കൽ ഒരു ബ്രാഹ്മണക്കുട്ടി 3 അടി മണ്ണ് മാത്രം ചോദിക്കുക. രാജാവ് അത് കുറച്ചിലായി തോന്നി. ഇത്രയും ഭൂമി കൈവശമുള്ള തന്റെ അടുക്കൽ വെറും 3 അടി മണ്ണോ? ഒരു ഗ്രാമമോ ഒരു രാജ്യമോ ഒരു ദ്വീപോ കൊടുക്കാൻ തയ്യാറായിരുന്നത്. എന്തായാലും ബ്രാഹ്മണക്കുട്ടിയുടെ നിർബന്ധത്തിന് സമ്മതിച്ച് ദാനം ചെയ്യാൻ തയ്യാറാവുന്നു. അപ്പോഴാണ് ആചാര്യനായ ഉശാന മഹർഷി. ആരാണ് ഉശാന മഹർഷി? അതെ, മഹാബലി ചക്രവർത്തിയുടെ ആചാര്യനായ ശുക്രാചാര്യർ തന്നെ തടസ്സം പറഞ്ഞു. തന്റെ പ്രതിജ്ഞ തെറ്റിക്കാൻ രാജാവിന്റെ മുമ്പിൽ പല ന്യായീകരണങ്ങളും നിരത്തി. പക്ഷെ ചെയ്ത പ്രതിജ്ഞ പിൻവലിക്കാൻ പ്രഹ്ലാദപുത്രനായ ഇന്ദ്രസേന മഹാരാജാവിന് ഒട്ടും സമ്മതമായിരുന്നു. അങ്ങനെ ദാനം ചെയ്തു. പിന്നെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതവുമാണ്. ഇവിടെയാണ് നമുക്ക് 22-ാം അധ്യായത്തിലെ വിന്ധ്യാവലിയുടെ ശ്ലോകം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വിന്ധ്യാവലി എന്താണ് പറയുന്നത്? ഈ കാണുന്ന പ്രപഞ്ചവും ഈ 3 ലോകങ്ങളും ഭഗവതിച്ഛയാൽ ഭഗവാൻ സ്വയം സൃഷ്ടിച്ചതാണ്. അതിന്റെ ഉടമസ്ഥാവകാശം അതുകൊണ്ട് ഭഗവാന് തന്നെയാണ്. ഭഗവാന്റെ സ്വത്തിൽ ചക്രവർത്തി ഉടമസ്ഥാവകാശം ഉന്നയിക്കുകയായിരുന്നു. അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്. ദേവന്മാർ താല്പര്യമുള്ളവരാണ്, എന്നാലും അസുരന്മാരെ പോലെ അതിന്റെ ഉടമസ്ഥാവകാശം എടുക്കാറില്ല. നമ്മൾ ഇതിൽ ഏത് വിഭാഗത്തിൽ വരും എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. 22-ാം അധ്യായത്തിൽ പ്രഹ്ലാദനും ഇതേ കാര്യമാണ് പറയുന്നത്. ശ്ലോകം 16 പറയുന്നു, ഈ കാണുന്ന എല്ലാറ്റിന്റെയും ഉടമസ്ഥനാണെന്ന തോന്നൽ ഒരു ഭക്തനിൽ ക്രമേണ വളർന്ന് ഒരു അഹങ്കാരം ഉണ്ടാക്കും. ബലിചക്രവർത്തിക്ക് പറ്റിയതുപോലെ. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ച് തന്നതെല്ലാം തിരിച്ചെടുക്കും. തന്റെ യഥാർത്ഥ സ്ഥാനം ബോധ്യപ്പെടുത്തി അവന്റെ തെറ്റിദ്ധാരണകൾ മാറ്റി അഹങ്കാരത്തെ ഇല്ലാതാക്കും. അധ്യായം 23-ലെ ബലിയുടെ ശ്ലോകം മഹാബലി ചക്രവർത്തിയോട് ഭഗവാനോടുള്ള ഭക്തിയും ആദരവും പ്രകടമാക്കുന്നതാണ്. അദ്ദേഹം പറയുന്നു, ശുദ്ധ ഭക്തന്മാർക്ക് മാത്രം ലഭിക്കുന്ന ആ പരമാഗതി ഭക്തിപൂർവം ഞാൻ ഒന്ന് പ്രണമിച്ചപ്പോൾ അസുരകുലത്തിലായിരുന്നിട്ട് പോലും എനിക്ക് അങ്ങയുടെ കൃപാകാരുണ്യം കൊണ്ട് ലഭിച്ചിരിക്കുന്നു. 3-ാമത്തെ അളക്കുവാൻ ഇപ്പോൾ എൻ്റെ കൈവശം ഒന്നുമില്ല ഭഗവാനെ. എങ്കിലും ഇതുവരെ അഹങ്കാരത്തിന്റെയും ദർപ്പത്തിന്റെയും ഉടമയായ ഈ മസ്തകം അങ്ങ് സ്വീകരിക്കണം. എന്നിട്ട് ദയവ് ചെയ്ത് എന്നെ എല്ലാ ഇണങ്ങളിൽ നിന്നും മോചിപ്പിക്കണം. മഹാലക്ഷ്മി, ബ്രഹ്മാവ്, രുദ്രൻ മുതലായവർക്ക് പോലും അപ്രാപ്യമായ ഭഗവത് ചരണങ്ങൾ അസുര ചക്രവർത്തിയുടെ മസ്തകത്തിൽ വെച്ച് അനുഗ്രഹിക്കുകയാണ് ഉണ്ടായത്. ദേവന്മാർക്ക് പോലും അപ്രാപ്യമായ എല്ലാ ഐശ്വര്യങ്ങളോടെ സുതലത്തിന്റെ ചക്രവർത്തിയായി അവരോധിക്കുകയും ചെയ്തു. എന്നിട്ട് മാത്രമേ ഭഗവാന് തൃപ്തിയായുള്ളൂ. മാത്രമോ, സ്വയം ഗതാവാണിയായി പാറാവ് ദൗത്യം കൂടെ ഏറ്റെടുത്തിട്ട് ഭഗവാന് തൃപ്തിയാകുന്നുള്ളൂ. യാഗം പൂർത്തിയാക്കാൻ ഭഗവാൻ ആവശ്യപ്പെട്ടപ്പോൾ ശുക്രാചാര്യരുടെ ശ്ലോകവും ശ്രദ്ധിക്കേണ്ടതാണ്. മന്ത്രം, തന്ത്രം, ദേശം, കാലം, വസ്തുക്കൾ എന്നിവയിലൂടെ ഉണ്ടാകുന്ന കുറവുകൾ ഭഗവത് നാമജപത്താൽ പരിഹരിക്കപ്പെടുമെന്ന് ഈ ശ്ലോകത്തിലൂടെ ശുക്രാചാര്യ വ്യക്തമാക്കുകയാണ്. നമ്മുടെ ഈ നവാഹയജ്ഞത്തിലും സപ്താഹത്തിലും നാരായണീയ പഠനങ്ങളിലും ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ പല തെറ്റുകളും നമ്മളെ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ മാറണമെങ്കിൽ ശുക്രാചാര്യർ പറയുന്നു, നാമസങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ കഥയുടെ തത്വം അതാണ്. ജീവന്റെ 3 ലോകമാകുന്ന ജാഗ്രത, സ്വപ്ന, സുഷുപ്തിയിൽ സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലും കാരണശരീരത്തിലും വാക്കും വിചാരവും പ്രവൃത്തിയും രാഗാദി വിഷയങ്ങളിൽ വ്യാപരിക്കുമ്പോൾ ത്രൈലോക്യത്തിൽ അസുരന്മാർ നിറയുന്നു. ദേവന്മാർ അവിടെ വിട്ടൊളിച്ചോടി പോകുന്നു. അവരുടെ ദുർഗതിയിൽ വിദ്യാശക്തിയായ ദേവമാതാവ് തപിക്കുകയാണ്. അപ്പോൾ ജീവനാകുന്ന കശ്യപ മഹർഷി ഈശ്വരോപാസന ഉപദേശിക്കും. തന്നിലുള്ള സൂക്ഷ്മമായ ഈശ്വര ചൈതന്യം ഉപാസനയിലൂടെ വളർന്ന് 3 ലോകങ്ങളിലും നിറയുമ്പോൾ അസുരന്മാർ പരാജയരായി അകന്നുപോകും. വീണ്ടും ഹൃദയമാകുന്ന ദേവലോകം ആ ഭഗവത് ചൈതന്യം ദേവന്മാർക്ക് തിരിച്ചേൽപ്പിക്കുന്നു. ഇതാണ് വാമനാവതാർ കഥയുടെ സാധനം. ഭഗവാന്റെ വാക്കുകൾ ഇവിടെ നമുക്കൊന്ന് ശ്രദ്ധിച്ച് ഹൃദിസ്ഥമാക്കേണ്ടതുണ്ട്. സമ്പത്ത് വർദ്ധിക്കും തോറും അഹങ്കാരം വർദ്ധിക്കും. ഭഗവാൻ പറയുന്നു, വർദ്ധിച്ചു വരുന്ന അഹങ്കാരം കാലക്രമേണ അവനെ തന്നെ നശിപ്പിക്കും. അഹങ്കാരം ചുരുങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം?
തൻ്റേത്, താൻ സമ്പാദിച്ചത്, തൻ്റെ ഐശ്വര്യങ്ങൾ എന്നിവയിൽ നിന്ന് താൻ തൻ്റെ എന്ന മനോഭാവം മാറണം. എൻ്റെ കൈവശം വന്നു ചേർന്നിരിക്കുന്ന ഐശ്വര്യങ്ങളുടെ യഥാർത്ഥ ഉടമസ്ഥൻ ഭഗവാനാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ യഥാർത്ഥത്തിൽ ഈ സമ്പത്തുകളെല്ലാം മഹാബലി ചെയ്തതുപോലെ ഭഗവാനെ തിരിച്ചേൽപ്പിക്കുകയാണ്. അതോടുകൂടി ഭഗവാന്റെ അനുഗ്രഹം ഇന്ന പദവികളായി നമുക്ക് ലഭിക്കുന്നു. അവിടെയും ഭഗവാൻ ഒരു പാറാവുകാരൻ എന്ന പോലെ നമ്മളെ എല്ലാ അസുരശക്തികളിൽ നിന്നും രക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് വാമനാവതാര കഥയിലൂടെ വ്യാസഭഗവാൻ തരുന്ന സന്ദേശം. ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നാരായണ ഭട്ടതിരിയുടെ പ്രസുബദ്ധമായ ഒരു ശ്ലോകത്തോടു കൂടി ഞാൻ അവസാനിക്കുന്നു. വിശ്വാധീശേ പ്രഭവതി ബലൗ മാണവീ ഭൂയ ഭൂയ പൃഥ്വീമഗ്നിമിന്ധനരുതികൃതേ യാജമാനേ ചക്ഷു ആശുക്രാമൻ ഭുവനമഖിലം ധാതു നിർമ്മിതപാദ ത്വം ദേവേന്ദ്രാവരജാ മനസാ വാമനോ ഭാവിതോസി. ചുരുക്കത്തിൽ അർത്ഥം ഇതാണ്: ഇന്ദ്രനെ വന്ന് മഹാബലി ലോകനാഥനായിരിക്കവേ അതിഥി ദേവിയുടെ അപേക്ഷയനുസരിച്ച് അങ്ങ് അതിഥി അമ്മയുടെ മകനായി പിറന്നു. ബലിയുടെ ഗർഭമെടുക്കുന്നതിന് വേണ്ടി ആ ബ്രഹ്മചാരിയായ ബാലൻ ചമതയൊരുക്കി വെക്കാനായി 3 അടി മണ്ണ് ചക്രവർത്തിയോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് തന്റെ പാദങ്ങളാൽ മുഴുവൻ ലോകത്തെയും അളക്കുമ്പോൾ നാൻമുഖൻ ആ തൃക്കാലുകൾ കഴുകി. അങ്ങനെ ക്ഷാളിതപാദനായ വാമനമൂർത്തി ഇന്ദ്ര, അവിടുത്തെ ഞാൻ ധ്യാനിക്കുന്നു. ഹരി ഓം തത്സ്. ഹരി ഓം തത്സ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അതുപോലെ തന്നെ ഈ ഭാഗവത ഗ്രന്ഥത്തെ എങ്ങനെ നമ്മൾ നേരിടണം എന്നുള്ളതും വാമനന്റെ ചരിത്രവും ഒക്കെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തന്ന ഗോവിന്ദന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. സമയ ചുരുക്കം കൊണ്ട് മുഴുവൻ പറയാൻ പറ്റുമോ എന്ന് വിചാരിച്ചാണ് അത്. എന്നോട് പറഞ്ഞു, ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് സമയം കൂടി പോകും. അപ്പൊ അത് കറക്റ്റായിട്ട് മീറ്ററായിട്ട് എഴുതിയെടുത്ത് തന്നെ അത് വായിക്കാനുണ്ട്. കാരണം എല്ലാം ഒന്ന് ധരിപ്പിക്കണം എന്നൊരു മോഹമുണ്ട് തന്നെ. അതിൽ വളരെ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രഭാഷണം. വളരെയധികം സന്തോഷം. ഇനിയും ധാരാളം അവസരങ്ങളും അതുപോലെ തന്നെ ധാരാളം സത്സംഗങ്ങളും ഒക്കെ കൂടാനും ഈ അറിവിന്റെ യാത്ര മുമ്പോട്ട് പോകാൻ ഗുരുവായൂരപ്പൻ ഗോവിന്ദനെ വേണ്ട പോലെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.